ജൈവകൃഷിയിൽ മിത്രാണുക്കളുടെ ഉപയോഗത്തിന് വളരെയേറെ പ്രാധാന്യം നൽകി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും അവയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് നാം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ജൈവകൃഷിയിലെ പാഴ്ചെലവിന് കാരണമാകുമെന്നതിലുപരി കൃഷിയുടെ ഫലപ്രാപ്തിക്ക് വെല്ലുവിളിയുമാകും. മിത്രജീവാണുക്കളെ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ജൈവവളങ്ങൾ സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുകയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. വിളകളെ ബാധിക്കുന്ന വിവിധ കുമിൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള മിത്രകുമിളാണ് ട്രൈക്കോഡെർമ. ഇവ മണ്ണിന് ആരോഗ്യവും വിളകൾക്ക് രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. ഈ കുമിളിനെ ചാണകത്തിലോ കമ്പോസ്റ്റിലോ വളർത്തിയാണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഉണ്ടാക്കുന്നത്. 90 കിലോ ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡെർമ അടങ്ങിയ ടാൾക്ക് മിശ്രിതവുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവ ആവശ്യത്തിന് വെള്ളം തളിച്ച് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു പിടി മിശ്രിതമെടുത്ത് അമർത്തിപ്പിഴിയുമ്പോൾ 1-2 വെള്ളത്തുള്ളി ഇറ്റിറ്റ് വീഴുമ്പോൾ നനയ്ക്കൽ നിർത്തണം. ഈർപ്പം അധികമാകുന്നതും കുറയുന്നതും ട്രൈക്കോഡെർമയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രിതം തണലിൽ കൂന കൂട്ടി നനഞ്ഞ ചണച്ചാക്കുകൊണ്ട് മൂടണം. 4 മുതൽ 5 ദിവസമാകുമ്പോൾ പച്ച നിറത്തിലുള്ള പൂപ്പൽ മിശ്രിതത്തിന് മുകളിൽ വളർന്നിരിക്കുന്നത് കാണാം. ഒന്നുകൂടി ഇളക്കി ആവശ്യമെങ്കിൽ ഈർപ്പം നൽകി വീണ്ടും കൂട്ടിയിട്ട് മൂടുക. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ഈർപ്പം ഉറപ്പാക്കുകയും ചെയ്ത് 12 മുതൽ 14 ദിവസമാകുമ്പോൾ സമ്പുഷ്ടമായ കമ്പോസ്റ്റായി മാറും. ട്രൈക്കോഡെർമയാൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതിന് വളരെയധികം കർഷകരുടെ ഇടയിൽ ഡിമാൻഡുണ്ട്. നമ്മളിവിടെ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടം അതും പൊടിച്ചിട്ട് അതും സമ്പുഷ്ടീകരിച്ച് നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഈ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ജൈവ വളമാണ് അസോള. ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് അസോള. ഇവയെ നൈട്രജൻ നൽകുന്ന ജീവാണുവളമായി കരുതപ്പെടുന്നു. അസോള കൃഷി വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. 50% സൂര്യ വെളിച്ചം ലഭിക്കുകയും 70 മുതൽ 80% അന്തരീക്ഷ ആർദ്രത നിലനിർത്തുകയും താപനില ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുന്ന അന്തരീക്ഷമാണ് അസോള കൃഷിക്ക് അഭികാമ്യം. അസോള കൃഷി ചെയ്യുന്നതിനായി 2 മീറ്റർ നീളം 1 മീറ്റർ വീതി 30 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള കുഴികളിലോ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച ടാങ്കുകളോ ചെയ്യാവുന്നതാണ്. തറ ഉറപ്പിച്ചതിന് ശേഷം ഇതിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ നിരത്തി അതിന് മുകളിൽ 150 ഗേജ് ഖനമുള്ള സിൽപോളിൻ ഷീറ്റ് നിരത്തി അവ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഇതിലേക്ക് 25 കിലോ വളക്കൂറുള്ള മേൽമണ്ണ് അരിച്ച് നിരത്തേണ്ടതാണ്. ഇതിലേക്ക് 5 കിലോ പച്ചച്ചാണകവും 20 ഗ്രാം രാജ്ഫോസ് അല്ലെങ്കിൽ മസൂരി ഫോസ് ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി തളിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് വെള്ളം നിറച്ച് ഏകദേശം 10 സെൻറ്റിമീറ്റർ ജലനിരപ്പ് നിലനിർത്തി അതിലേക്ക് നല്ല ആരോഗ്യമുള്ള അസോള വിത്ത് ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന രീതിയിൽ ചേർത്ത് നൽകേണ്ടതാണ്. ഏകദേശം ഒരാഴ്ച കൊണ്ട് അസോള ടാങ്കിൽ നിറഞ്ഞു വരുന്നതാണ്. അതിനുശേഷം ദിവസവും ഒരു 400 മുതൽ 500 ഗ്രാം അസോള ഇതിൽ നിന്നും വിളവെടുക്കാവുന്നതാണ്. മാംസ്യം, ജീവകങ്ങൾ, ധാതു ലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ പശു, കോഴി, താറാവ്, മത്സ്യം എന്നിവയ്ക്ക് തീറ്റയായും ഉത്തമമാണ് അസോള. കമ്പോസ്റ്റ് നിർമ്മാണത്തിനും ഇത് ഉപയോഗ്യമാണ്. മണ്ണിര കമ്പോസ്റ്റാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ജൈവവളം. മണ്ണിരകളെ ഉപയോഗിച്ച് ജൈവ വസ്തുക്കളെ സമ്പുഷ്ടമായ കമ്പോസ്റ്റായി മാറ്റുവാൻ സാധിക്കും. നാടൻ ഇനങ്ങളെക്കാൾ ആഫ്രിക്കൻ മണ്ണിരകളാണ് ഇതിന് അഭികാമ്യം. ഇവയുടെ ഭക്ഷണ വിനിയോഗ ക്ഷമതയും പ്രത്യുൽപാദന ശേഷിയും മറ്റിനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഭാഗികമായി ജീർണിച്ച വസ്തുക്കൾ ആണ് മണ്ണിര ഭക്ഷിക്കുന്നത്. ജൈവ പദാർത്ഥത്തെ അതിവേഗം വിഘടിപ്പിക്കുവാൻ കഴിവുള്ള ബാക്ടീരിയകളെ മണ്ണിരകൾ അവയ്ക്ക് ചുറ്റും വളർത്തുന്നുണ്ട്. എല്ലാവിധ ജൈവ വസ്തുക്കളെയും മണ്ണിരകളെ ഉപയോഗപ്പെടുത്തി സമ്പുഷ്ടമായ കമ്പോസ്റ്റായി മാറ്റുവാൻ എളുപ്പമാണ്. യുഡ്രീലസ് യുജിനെ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മണ്ണിരകളാണ് കേരളത്തിലെ സാഹചര്യത്തിന് അനുയോജ്യം. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി 10 അടി നീളവും
3 അടി വീതിയും 2 അടി താഴ്ചയുമുള്ള കുഴികളോ സിമൻറ്റ് ടാങ്കുകളോ ഉപയോഗിക്കാവുന്നതാണ്. കുഴികളാണെങ്കിൽ തറ നന്നായി ഉറപ്പിച്ച് ഒരു നിര തൊണ്ട് മലർത്തി അടുക്കി അതിനു മുകളിൽ ജൈവ അവശിഷ്ടങ്ങൾ നിരത്തേണ്ടതാണ്. ജൈവ വസ്തുക്കളും ചാണകവും 8:1 അനുപാതത്തിൽ ചേർത്ത് നൽകേണ്ടതാണ്. ടാങ്ക് നിറഞ്ഞതിന് ശേഷം ഒരടി മുകളിലേക്ക് ജൈവ വസ്തുക്കൾ നിറയ്ക്കാവുന്നതാണ്. നിറച്ചതിന് ശേഷം 10-15 ദിവസങ്ങൾക്ക് ശേഷം ജൈവ വസ്തുക്കൾ പകുതി ജീർണിച്ചതിന് ശേഷം മണ്ണിരകളെ ചേർത്ത് നൽകാവുന്നതാണ്. 1 കിലോ ജൈവ വസ്തുവിന് 1-2 മണ്ണിര എന്ന തോതിൽ വേണം മണ്ണിരകളെ ചേർത്ത് നൽകുവാൻ. 2 മാസം കൊണ്ട് സമ്പുഷ്ടമായ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാകുന്നതാണ്. കമ്പോസ്റ്റ് തയ്യാറായതിനു ശേഷം അവ ടാങ്കിൽ നിന്നും മാറ്റി തണലത്ത് കൂന കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ കൂന കൂട്ടി വെക്കുമ്പോൾ അതിലുള്ള മണ്ണിരകൾ കൂനയുടെ അടിത്തട്ടിലേക്ക് മാറുന്നതാണ്. മുകളിൽ നിന്നും കമ്പോസ്റ്റ് നീക്കം ചെയ്ത് അവ അരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിയിലുള്ള മണ്ണിരകളെ വീണ്ടും മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിരയുടെ വിസർജ്യമായ കമ്പോസ്റ്റിൽ ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുകയും വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചെടികൾക്ക് വേഗം ആഗിരണം ചെയ്യുവാനും കഴിയും. മത്സ്യ അവശിഷ്ടം ഫലവത്തായി ഉപയോഗിച്ചുണ്ടാക്കുന്ന മത്സ്യ വളമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ജൈവവളം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കൊച്ചിയിലുള്ള CAFT കൊച്ചിയുടെ സാങ്കേതിക സഹായത്തോടെ മത്സ്യത്തിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ വേസ്റ്റ് എന്ന് പറയാം, അതായത് നമ്മൾ ഉപയോഗപ്രദമായിട്ടുള്ള മത്സ്യത്തിൻ്റെ വെട്ടിക്കഴിഞ്ഞാൽ അതിന് വരുന്ന വേസ്റ്റ്, അതിനെ നമ്മൾ ഒരാഴ്ച കൊണ്ട് കമ്പോസ്റ്റാക്കുക, മാനൂറാക്കാനുള്ള ഒരു ടെക്നോളജി CAFT കൊച്ചിയുടെ ഉണ്ട്. കാർഷിക സർവകലാശാലയ്ക്ക് ആ സാങ്കേതിക വിദ്യ കൈമാറിക്കൊണ്ട് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകർക്ക് പരിശീലനവും അതേപോലെ തന്നെ ഫിഷ് മാനുവറിൻ്റെ ഒരു പ്രദർശന യൂണിറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കോട്ടയം ജില്ലയിലും സമീപ ജില്ലകളിലെയും ജൈവവളം ഉപയോഗിച്ചുള്ള കാർഷിക മുന്നേറ്റത്തിന് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം ഇത്തരം രീതിയിൽ നിരവധി സംഭാവനകളാണ് നൽകി വരുന്നത്. ഇത് കർഷകരുടെ ഉന്നമനത്തിനൊപ്പം വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കും പ്രോത്സാഹനപരമാണ്. വീട്ടുവളപ്പിൽ കർഷകർ കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥിതി സൗഹാർദ്ദം അല്ലെങ്കിൽ ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് കർഷകർക്ക് വേണ്ടുന്ന ജൈവവളങ്ങൾ ലഭ്യമാക്കുവാനും ഈ കേന്ദ്രം അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജൈവ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വിൽപ്പന കേന്ദ്രം വഴി നമ്മൾ വിറ്റുവരുന്നു.